കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയ 12 പേരിൽ 10 പേരും നെഗറ്റീവ് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ 2 പേർ മാത്രം പോസിറ്റീവായി കാര്യങ്ങളെ കണ്ടു, യോശുവയും കാലേബും. അവർ പറഞ്ഞത്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. മാത്രമല്ല, നാം ദൈവത്തോട് മത്സരിക്കുകയും ദുർവർത്തമാനം പറയുകയും മറ്റുള്ളവരെ അതിനാൽ ഭയപ്പെടുത്തുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മിൽ നിന്ന് ദൈവപ്രസാദം അകന്നുപോകും. ഇതെല്ലാം കേട്ട ജനം യോശുവയെയും കാലേബിനെയും കല്ലെറിയണമെന്ന് ഉറക്കെ പറഞ്ഞു. ദുർവർത്തമാനം കേട്ട ജനം കരഞ്ഞു, നിലവിളിച്ചു. എങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്ക് കേട്ട ജനം പറഞ്ഞവർക്കെതിരെ കല്ലെറിയണമെന്നാണ്. നീ ദൈവത്തിനു വേണ്ടി നിൽക്കുകയും സത്യത്തിനും വിശ്വാസത്തിനും വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ നിനക്കെതിരെ കല്ലേറുകൾ ഉണ്ടാകാം. കല്ലെടുത്തവരും കല്ലെറിഞ്ഞവരും കപടവാക്ക് പറഞ്ഞവരും കനാനിലെത്തിയില്ല, എന്നാൽ കർത്താവിന് വേണ്ടി നിന്നവർ കനാനിലെത്തി. നമുക്കും കർത്താവിന് വേണ്ടി നിൽക്കാം. നമുക്കും ഒരു കനാൻ ദേശമുണ്ട്.